ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. ശ്രദ്ധിക്കുക, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷനും ബെഞ്ചമിൻ്റെ ടെക്സ്റ്റിലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ സെൻറ്റൻസിൽ 4 പാരഗ്രാഫായിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് പഠിക്കുന്നത്. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് 4 സിലിണ്ടർ അല്ല, ഒരു സിലിണ്ടറാണ്. ഒരു സിലിണ്ടറിൻ്റെ 4 പൊസിഷൻ, ഈ 4 സ്ട്രോക്ക് കാണിക്കാനായിട്ടുള്ള 4 പൊസിഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാം ഒറ്റ സിലിണ്ടർ തന്നെയാണ്, അതിൻ്റെ 4 പൊസിഷൻസ് ആണ് ഈ 4ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, അത് ഈ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പം ഇത് ഫോളോ ചെയ്യുന്ന ഓട്ടോ സൈക്കിളാണ്. ആ ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ 4 പ്രോസസ്സ് ഉണ്ട്. ആ 4 പ്രോസസ്സും 4 സ്ട്രോക്ക് കൊണ്ട് കംപ്ലീറ്റ് ആവും. അതായത് ആ ഓട്ടോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്ട്രോക്ക് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓട്ടോ സൈക്കിൾ 2 സ്ട്രോക്ക് കൊണ്ട് കംപ്ലീറ്റ് ആവുന്നുവെങ്കിൽ അതിന് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പിന്നെ പഠിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ 4 സ്ട്രോക്കിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്, ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പിസ്റ്റൻ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുവെങ്കിൽ അതിന് ഒരു സ്ട്രോക്ക് എന്ന് പറയും. അല്ല, മുകളിൽ നിന്ന് താഴോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് മറ്റൊരു സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനെ 4 സ്ട്രോക്ക് കൊണ്ടായിരിക്കും ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട്, പിന്നെയും മുകളിലോട്ട്, പിന്നെയും താഴോട്ട്, പിന്നെയും മുകളിലോട്ട്, അങ്ങനെ 4 സ്ട്രോക്ക് കൊണ്ട് ഈ ഓട്ടോ സൈക്കിൾ കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ അല്ലെങ്കിൽ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എക്സാമിന് വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. ഇതിൽ ഈ പിസ്റ്റൻ്റെ പൊസിഷൻ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഇതിൽ ആദ്യം പിസ്റ്റൻ്റെ പൊസിഷൻ ഇങ്ങ് താഴെയാണ്, പിന്നെ കുറച്ചൊന്ന് മുകളിലോട്ട് കയറി, പിന്നെ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി, പിന്നെ കുറച്ചൊന്ന് മിഡിലോട്ട് വന്നു. ഇങ്ങനെയൊക്കെ ഈ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റൻ്റെ പൊസിഷൻ എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിപ്പം ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലോട്ടായി പോയാലും കുഴപ്പമില്ല. ഈ പിസ്റ്റൻ്റെ ഈ പൊസിഷൻ നടുക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആരോയുടെ ഡയറക്ഷനാണ്. ഞാൻ ആരോ ഡയറക്ഷൻ പ്രത്യേകം ബ്ലൂ കളറിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഫിഗർ ഇങ്ങനെ ആരോ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പോരാത്തതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്ത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ആരോയുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്. അപ്പം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആദ്യത്തെ സ്ട്രോക്കിനെ നമ്മൾ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും, കാരണം അവിടെ സക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത്തെ സ്ട്രോക്കിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും, കാരണം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും. മൂന്നാമത്തെ സ്ട്രോക്കിനെ പവർ സ്ട്രോക്ക് എന്ന് പറയും, കാരണം അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്ട്രോക്കാണ്. ഇതിനെ പവർ സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നോ ഒക്കെ പറയാം. പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്, അങ്ങനെയെല്ലാം ഈ മൂന്നാമത്തെ സ്ട്രോക്കിനെ പറയും. പിന്നെ നാലാമത്തെ സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും, കാരണം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനെ ഈ 4 സ്ട്രോക്കിലാണ് ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ട്രോക്കിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്ത് പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ താഴോട്ടുള്ള ഡൗൺ വേർഡ്സിലുള്ള ആരോ കാണിച്ചിട്ടുള്ളത്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു, അതിനെ കാണിക്കാനാണ് ഈ ആരോ ഡയറക്ഷൻ. അടുത്ത പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നു, അതാണ് ഈ ആരോയിൽ കാണിച്ചിരിക്കുന്നത്. എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന പിസ്റ്റൺ തിരിച്ച് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആരോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വർക്കിംഗ് പഠിച്ചു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലാവും പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടാണോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ കാണാതെ ഇതിൻ്റെ ഡയറക്ഷൻ ഒന്നും കാണാതെ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. വർക്കിംഗ് പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടാണോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നു, താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് എഴുതേണ്ടത് മുകളിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ എൻഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്ത് മാക്സിമം ഇതുവരെ എത്തത്തില്ല, പക്ഷേ ഏകദേശം ഇതുവരെയൊക്കെ ആയിരിക്കും പിസ്റ്റൺ മാക്സിമം എത്തുന്നത്. ഒരിക്കലും ഇവിടെ വന്ന് ടച്ച് ചെയ്യത്തില്ല, ഇവിടെ വരെ ആയിരിക്കും മാക്സിമം എത്തുന്നത്. അതിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്, TDC. എക്സാമിന് എഴുതുമ്പം ആദ്യം മാത്രം ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് എടുത്ത് എഴുതുക, പിന്നെ എല്ലാം എഴുതുമ്പം TDC എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം ഈ പിസ്റ്റൻ്റെ മുകളിലത്തെ എക്സ്ട്രീം എൻഡിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. താഴത്തെ എക്സ്ട്രീം എൻഡിനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയും, BDC, ബോട്ടം ഡെഡ് സെൻറ്റർ. അപ്പം ടോപ്പ് ഡെഡ് സെൻറ്ററിനും ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയ്ക്കായിരിക്കും പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോൾ ഇതാണ് ആരോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ
കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പോണൻസ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം, എല്ലാം ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ എല്ലാം ഒരേപോലെയല്ല. ആദ്യത്തെ സ്ട്രോക്ക്, അതായത് സക്ഷൻ സ്ട്രോക്കിൽ ഈ പാർട്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൾവ് എന്നാണ് പറയുന്നത്. ഈ 1 എന്നുകൊണ്ട് പ്രസന്റ് ചെയ്ത ഇൻലെറ്റ് വാൾവ് എന്നാണ് പറയുന്നത്. ഈ ഇൻലെറ്റ് വാൾവ് എന്ന് വെച്ചാൽ ഈ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ് ഈ ഇൻലെറ്റ് വാൾവ് വഴി സിലിണ്ടറിന്റെ അകത്തോട്ട് കയറുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ. എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ എഞ്ചിനിൽ എയർ ഫിൽറ്റർ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട്. നിങ്ങൾ കേട്ടുവാണ് എയർ ഫിൽറ്റർ എന്ന്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുത്ത് എയർ ഫിൽറ്റർ വഴി ഫ്രഷ് എയറിനെ നേരെ കാർബറേറ്റർ എന്ന ഡിവൈസിലോട്ട് എത്തിക്കും. കാർബറേറ്റർ എന്ന് നിങ്ങൾ കേട്ടുകയാണ്. ഈ കാർബറേറ്റർ എന്ന ഡിവൈസിലോട്ട് ഫ്രഷ് എയറിനെ എയർ ഫിൽറ്റർ വഴി ഫ്രഷ് എയറിനെ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിലോട്ട് എത്തിക്കും. ആ കാർബറേറ്റർ എന്ന ഡിവൈസിലോട്ട് ഫ്യൂവൽ ടാങ്കിൽ നിന്നും കണക്ഷൻ വരുന്നുണ്ട്. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോളും കാർബറേറ്റർ എന്ന ഡിവൈസിലോട്ട് എത്തും. അപ്പോൾ പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂവൽ ടാങ്കിലോട്ടുള്ള കണക്ഷൻ ആയിരിക്കും. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോളും ഈ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിലോട്ട് എത്തും. അപ്പോൾ ഫ്രഷ് എയറും എത്തും, പെട്രോളും എത്തും ഈ കാർബറേറ്റർ എന്ന ഡിവൈസിലോട്ട്. ഈ കാർബറേറ്റർ എന്ന ഡിവൈസാണ് ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് എന്നൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാർബറേറ്റർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് റേഷ്യോയിലാണ് ഈ ഫ്യൂവലിനെയും എയറിനെയും കൂടെ മിക്സ് ചെയ്യേണ്ടതെന്ന്. ആ മിക്സ്ചറിനെയാണ്, മിക്സ് ചെയ്ത് കഴിഞ്ഞ ആ മിക്സ്ചറിനെയാണ് എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മിക്സ് ചെയ്യാനായിട്ട് റേഷ്യോ എല്ലാം ആൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുമ്പം ഈ 12:1 അല്ലെങ്കിൽ 10:1 അല്ലെങ്കിൽ 15:1 എന്നൊക്കെയാണ് അതിൻ്റെ റേഷ്യോ പറയുന്നത്. 15:1 എന്ന് പറയുമ്പോൾ അതിൻ്റെ 1 എന്ന് പറയുന്ന പാർട്ട് ഫ്യൂവലും 15 എന്ന് പറയുന്ന പാർട്ട് എയറും ആയിരിക്കും. അപ്പോൾ എയർ 15 പാർട്ട് എടുക്കുന്നുവെങ്കിൽ 1 പാർട്ട് ഫ്യൂവൽ എടുക്കും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും മിക്സ് ചെയ്യുന്നത്? ഒന്ന് 12:1 അല്ലെങ്കിൽ 15:1 അല്ലെങ്കിൽ 10:1 എന്നൊക്കെ അതിന് ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റേഷ്യോയിലായിരിക്കും ഈ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും കൂടെ മിക്സ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, കുറഞ്ഞ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ആയിരിക്കും. 15:1 എന്ന് പറഞ്ഞാൽ 15 ഫ്യൂവൽ വരത്തില്ല, 15 എന്നുള്ള എയർ ആയിരിക്കും. എയർ ആയിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ ഈ റേഷ്യോയിൽ എയറിനെയും ഫ്യൂവലിനെയും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കാർബറേറ്റർ എന്ന ഡിവൈസ് ഉള്ളത്. ആ കാർബറേറ്റർ ഡിവൈസ് ഉപയോഗിച്ച് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാക്കും. ആ എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഈ ഇൻലെറ്റ് വാൾവ് വഴി ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എത്തുന്നത്. അപ്പോൾ എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത് ഈ ഇൻലെറ്റ് വാൾവ് വഴിയാണ്. അതൊരു വാൾവാണ്, അതായത് നമ്മൾ ടാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വാൾവാണ്. ഇത് ഓപ്പൺ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ അത് ഓപ്പൺ ആവും, തിരിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് ക്ലോസ്ഡ് ആവും. ഇതിപ്പം ക്ലോസ്ഡ് കണ്ടീഷനാണ്, ഇത് ഓപ്പൺ കണ്ടീഷനാണ്. അപ്പം സക്ഷൻ സ്ട്രോക്കിൽ ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും, അതുവഴി എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. ഇതെന്ന് പറയുന്നത് എക്സോസ്റ്റ് വാൾവാണ്. റൈറ്റ് സൈഡിലുള്ള വാൾവ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് വാൾവ് എന്നാണ് പറയുന്നത്. എക്സോസ്റ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള ഹോട്ട് ഗ്യാസസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തു പോകാനുള്ള വഴി, അതിനാണ് എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ അകത്തുള്ള ഹോട്ട് ഗ്യാസസ് അല്ലെങ്കിൽ സ്മോക്ക് എന്നൊക്കെ പറയാം. ഇത് ഈ പെട്രോൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് സ്മോക്ക് ഉണ്ടാവുമല്ലോ, ആ സ്മോക്ക്, അതായത് പുക, ആ പുക പുറത്തു പോകുന്നത് ഈ എക്സോസ്റ്റ് വാൾവ് വഴിയാണ്. ഈ എക്സോസ്റ്റ് വാൾവ് വഴിയാണ് നമ്മുടെ സൈലൻസർ വഴി പുക പുറത്തോട്ട് പോകുന്നത്, സ്മോക്ക് പുറത്തോട്ട് പോകുന്നത്. സൈലൻസർ എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങൾ കേട്ട് കാണും. ആ കമ്പോണൻറ്റ് നമ്മുടെ ബൈക്കിലൊക്കെ ആണെങ്കിൽ സൈലൻസർ കാണാനൊക്കെ, കാറിലൊക്കെ ആണെങ്കിൽ ആ ഉള്ളിലോട്ടായി നമ്മൾ കുനിഞ്ഞ് നോക്കേണ്ടി വരും ആ സൈലൻസറൊക്കെ കാണണമെങ്കിൽ. അല്ല ലോറിയിലൊക്കെ ആണെങ്കിൽ പുറത്ത് കാണാനാക്കും. ആ പുക പുറത്തോട്ട് പോകുന്ന ആ പുകക്കുഴൽ എന്ന് പറയുമല്ലോ, അതാണ് സൈലൻസർ എന്ന് പറയുന്നത്. അത് നമ്മൾ കാഷ്വലായിട്ട് മലയാളത്തിൽ പുകക്കുഴൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ ജനറലായിട്ട് സൈലൻസർ എന്ന് സാധാരണക്കാർ പറയും. നമ്മളൊക്കെ ആണെങ്കിൽ ടെക്നിക്കലി അറിയാവുന്ന നമ്മളൊക്കെ ആണെങ്കിൽ അതിനെ മഫ്ലർ എന്നോ അല്ലെങ്കിൽ എക്സോസ്റ്റ് എന്നോ ആണ് പറയുന്നത്. സൈലൻസർ എന്ന് സാധാരണക്കാർ പറയും. കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള വേർഡാണ് മഫ്ലർ എന്നോ അല്ലെങ്കിൽ എക്സോസ്റ്റ് എന്നോ നമ്മൾ പറയും. അപ്പോൾ ആ പുക പുറത്തോട്ട് പോകുന്നത്, സ്മോക്ക് പുറത്തോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസസ് പുറത്തോട്ട് പോകാനുള്ള വഴിയാണ് ഈ എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻലെറ്റ് വാൾവ്, ഇത് എക്സോസ്റ്റ് വാൾവ്. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്ട്രോക്കിൽ, അതായത് സക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും, അതേസമയം എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ സ്ട്രോക്കിൽ ഇത് രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. ഈ പൊസിഷൻ കാണുമ്പോഴറിയാലോ, രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ സ്ട്രോക്കിലും ഇത് രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. നാലാമത്തെ സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൾവ് മാത്രം ഓപ്പൺ ആയിരിക്കും. അത് ഇൻലെറ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷേ എക്സോസ്റ്റ് വാൾവ് മാത്രം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ വാൾവിൻ്റെ പൊസിഷനും ഫിഗർ വരയ്ക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകരുത്. ഇവിടെയൊക്കെ വാൾവ് ഓപ്പൺ ചെയ്ത് വരയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ വരച്ച് കളയരുത്, അത് വളരെ തെറ്റാണ്. അത് കണ്ട അപ്പം തന്നെ മാർക്ക് ഒരുപാട് പോകും. അപ്പോൾ വാൾവിൻ്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാൾവിൻ്റെ പൊസിഷൻ, ഓരോ സ്ട്രോക്കിലും വാൾവിൻ്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ 3 എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട്, അതിനെ സ്പാർക്ക് പ്ലഗ് എന്ന് പറയും. സ്പാർക്ക് പ്ലഗ് എന്ന് കേട്ട് കാണുമല്ലോ. ആ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ്, അതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വോൾട്ടേജിലുള്ള
ഒരു കറണ്ടിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഹൈ വോൾട്ടേജ്, മേ ബി 10,000 വാൾട്ടൊക്കെ ആയിരിക്കും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പാർക്കിൻ്റെ വോൾട്ടേജ്. അതായത് ഇലക്ട്രിസിറ്റി തന്നെയാണ് അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഡിവൈസിനെയാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചാണ് സ്പാർക്ക് കൊടുക്കുന്നതും അതുവഴി പെട്രോളിനെ ബേൺ ചെയ്യിക്കുന്നതും. അതിന് വേണ്ടിയുള്ള ഡിവൈസാണ് ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് 4 എന്ന് പറയുന്ന പിസ്റ്റൺ ആണ്. നിങ്ങൾക്കറിയാം ഇതെന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ്, നമ്മൾ ക്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ്. അതിൻ്റെ ഫിഗർ ഞാനിവിടെ കാണിച്ചിട്ടില്ല. 6 എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ആനിമേഷൻ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ആനിമേഷൻ കാണിക്കാം. അപ്പോൾ ആ സമയത്ത് ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഡിവൈസ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇതിൽ നിന്നുള്ള റെസിപ്രോക്കേറ്റീവ് മോഷൻ ഇവിടെ എത്തപ്പോഴേക്കും റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ആവും. അതിന് വേണ്ടിയുള്ള ഒരു കമ്പോണൻ്റ് ആണ് ക്രാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റനെയും ഈ ക്രാങ്കും ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പം ഈ റോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് ഈ മൂവ്മെൻറ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അത് ഇവിടെ എത്തപ്പോഴേക്കും റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ആവും. അപ്പം ഈ പിസ്റ്റനെയും ക്രാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ റോഡാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അതാണ് ഈ 5 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം നിങ്ങൾ നമ്പറൊക്കെ ഇങ്ങനെയായിട്ട് മാർക്ക് ചെയ്യുക. ഓരോ സ്ട്രോക്കിൻ്റെ പേരും നിങ്ങളിവിടെ എഴുതി വയ്ക്കുക. നമ്പർ, ഓരോ സ്ട്രോക്കിൻ്റെ നമ്പരും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് വരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. ഇനിയാണ് നമ്മൾ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 4 പാരഗ്രാഫിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്. ഓരോ സ്ട്രോക്കിനും ഹെഡിങ് ഇട്ട് ഓരോ പാരഗ്രാഫ് വീതം എഴുതും. ആദ്യം സക്ഷൻ സ്ട്രോക്ക് എന്ന ഹെഡിങ് ഇട്ടിട്ട് എന്താണ് സക്ഷൻ സ്ട്രോക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ എഴുതും. അത് കഴിഞ്ഞിട്ട് കംപ്രഷൻ സ്ട്രോക്ക് എന്ന ഹെഡിങ് എഴുതി ആ സ്ട്രോക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എഴുതും. അങ്ങനെ 4 ഹെഡിങ് ഇട്ട് 4 പാരഗ്രാഫ് ആയിട്ടായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എഴുതുന്നത്. ഓരോ പാരഗ്രാഫിലും 3 or 4 സെൻറ്റൻസ് വെച്ചൊക്കെ എഴുതിയാൽ മതി. അത് വർക്കിംഗ് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്തൊക്കെയാണ് സെൻറ്റൻസ് എഴുതാനുള്ളതെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 3 or 4 സെൻറ്റൻസ് വെച്ച് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ആ സെൻറ്റൻസുകളെല്ലാം വളരെ ഈസി ആയിട്ട് ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് വേണം എങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നോട്ടായിട്ട് തന്നെ തരാം. ഇതാണ് വരയ്ക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് പഠിക്കാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലായിരിക്കും. അതായത് മുകളിലത്തെ പോർഷൻ ടോപ്പ് ഡെഡ് സെൻറ്ററിലായിരിക്കും പിസ്റ്റൺ. ആ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. അതായത് മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യും. അതാണ് ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവും. ആ സക്ഷൻ ക്രിയേറ്റ് ആവുന്ന സമയത്തായിരിക്കും ഈ വാൾവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് വാൾവ് ഓപ്പൺ ആയിക്കോളും. അപ്പം വാൾവ് ഈ ഇൻലെറ്റ് വാൾവ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സ്ചർ ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. അപ്പം സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലായിരിക്കും. ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് അത് പിസ്റ്റൺ മൂവ് ചെയ്യുകയും ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവുകയും ചെയ്യും. ആ സമയത്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എയർ ഫ്യൂൽ മിക്സ്ചർ ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. അതാണ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് താഴെ വന്ന് നിൽക്കുകയാണ്. ഇനി പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യും. ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻലെറ്റ് വാൾവും ഔട്ട്ലെറ്റ് വാൾവും ക്ലോസ് ആവും. രണ്ടും ക്ലോസ് ചെയ്യും. ഈ തുറന്ന ഇൻലെറ്റ് വാൾവും തിരിച്ചങ്ങ് ക്ലോസ് ആവും. അപ്പോൾ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് 2 വാൾവും ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ എയർ ഫ്യൂൽ മിക്സ്ചർ പുറത്തു പോകാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അത് ഇതിൻ്റെ അകത്ത് കയറി കംപ്രസ്ഡ് ആവും. കാരണം പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യാണല്ലോ. അപ്പോൾ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുകയും ആ സമയത്ത് ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് ആവുകയും ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തങ്ങ് കംപ്രസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. വളരെ ഹൈ പ്രഷറിലോട്ടായിരിക്കും കംപ്രഷൻ നടക്കുന്നത്. വളരെ ഹൈ പ്രഷറിലോട്ട് അത് കംപ്രസ് ചെയ്യും. അതാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ. അടുത്തത് മൂന്നാമത്തെ പവർ സ്ട്രോക്ക് എന്താണെന്ന് പറയാം. ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം, അതായത് ഈ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ഒരു സ്പാർക്ക് കൊടുക്കും. ഈ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് വളരെ ഹൈ വോൾട്ടേജിലുള്ള ഒരു സ്പാർക്ക് ഇതിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സ്പാർക്ക് എത്തുന്നതോടെ ഈ എയർ ഫ്യൂൽ മിക്സ്ചറിലുള്ള ഫ്യൂൽ എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. എയർ ഫ്യൂവലിലുള്ള ഫ്യൂവൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിക്കും. അങ്ങനെ കത്തിപ്പിടിക്കുകയും അതങ്ങ് ബേൺ ചെയ്യുക അതിനെയാണ് ഈ കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫ്യൂവൽ മിക്സ്ചർ അങ്ങ് ബേൺ ചെയ്യുകയും ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവുകയും ചെയ്യും. ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവും. അത് കാരണം ഒരുപാട് ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ആവുകയും ചെയ്യും. പെട്രോൾ ബേൺ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ഹോട്ട് ഗ്യാസ്, അതായത് പുക എന്ന് തന്നെ പറയാം, ഒരുപാട് ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ആവുകയും ചെയ്യും. അപ്പം ആൾറെഡി ഇതിൻ്റെ അകത്ത് വളരെ ഹൈ പ്രഷറുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ലോട്ട് ഓഫ് ഹീറ്റ് എനർജി പെട്ടെന്ന് അങ്ങ് ലിബറേറ്റ് ആവും. അത് കാരണം ഇതിൻ്റെ അകത്തുള്ള എയർ പിന്നെ അങ്ങ് എക്സ്പാൻഡ് ആവും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഹോട്ട് ഗ്യാസസും പ്രൊഡ്യൂസ് ആവുകയാണ്.
അപ്പോൾ ഇതെല്ലാം സഡൻ ആയിട്ട് ഒരു എക്സ്പ്ലോഷൻ പോലെയാണ്, ചെറിയൊരു എക്സ്പ്ലോഷൻ പോലെയാണ് ഈ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അത് കാരണം വളരെ ഹൈ പ്രഷർ അവിടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഉള്ള പ്രഷറിനെക്കാളും വളരെ ഹൈ പ്രഷർ ആ ഏരിയയിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ക്രിയേറ്റ് ആവും. അത് കാരണം പിസ്റ്റനെ അത് താഴോട്ട് വളരെ ഹൈ ഫോഴ്സിൽ പുഷ് ചെയ്യും. ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിൽക്കുന്ന പിസ്റ്റനെ വളരെ ഹൈ ഫോഴ്സിൽ താഴോട്ട് അതിനെ പുഷ് ചെയ്യും. കാരണം ഇതിൻ്റെ അകത്ത് സഡൻ ആയിട്ട് വളരെ ഹൈ പ്രഷർ, ഒരുപാട് പ്രഷർ ഇൻക്രീസ് ആവുകയും ഹോട്ട് ഗ്യാസസ് ഫോം ചെയ്യുകയും ഒരുപാട് ചൂട് കൂടുകയൊക്കെ ചെയ്യും. അത് കാരണം വളരെ ഹൈ ഫോഴ്സിൽ പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുകയും അതിനെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് വളരെ ഹൈ ഫോഴ്സിൽ താഴോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അതാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം പിസ്റ്റനെ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യുകയും അതിനെ നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് കൺസിഡർ ചെയ്യുകയും ചെയ്യും. പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്നൊക്കെ പറയാം. അപ്പം ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കുകയും ഫ്യൂവൽ പെട്ടെന്ന് ബേൺ ചെയ്യുമ്പോഴേക്കും ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവും. അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഹോട്ട് ഗ്യാസസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അത് കാരണം പ്രഷർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുകയും അത് പിസ്റ്റൺ ആ പ്രഷർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പിസ്റ്റനെ അത് താഴോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. ബോട്ടം ഡെഡ്, അതാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിയിട്ട് തിരിച്ച് പിസ്റ്റൺ അത് മുകളിലോട്ട് മൂവ് ചെയ്യും. അതായത് തിരിച്ച് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസസ്, അതായത് ഹോട്ട് ഗ്യാസസ് എന്ന് പറയാം, അത് ഇനി ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ എക്സോസ്റ്റ് ഗ്യാസസിന് ഈ എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നേരെ സൈലൻസർ വഴി തിരിച്ച് പുറത്തോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം തിരിച്ച് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുകയും ഇതിൻ്റെ അകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തു പോവുകയും ചെയ്യും. അതിനെയാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. നമ്മുടെ ഓട്ടോ സൈക്കിളിലെ 4 പ്രോസസ്സ്, ആദ്യം അഡിയബാറ്റിക് കംപ്രഷൻ, അത് കഴിഞ്ഞ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ എക്സ്പാൻഷൻ, പിന്നെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അവസാനം കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ ഹീറ്റ് റിജക്ഷൻ. ഇതെല്ലാം നടന്ന ആ ഒരു സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഈ PV ആൻഡ് TS ഡയഗ്രാം വച്ച് ഞാൻ ഈ സ്റ്റെപ്സ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സമയത്ത് പറയുമ്പോഴായിരിക്കും ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പം ഓട്ടോ സൈക്കിളിൻ്റെ 4 പ്രോസസ്സ് ഇവിടെ 4 സ്ട്രോക്കിൽ അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എക്സോസ്റ്റ് സ്ട്രോക്ക് തൊട്ട് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിലും ടോപ്പ് ഡെഡ് സെൻറ്ററിലും എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും അടുത്ത റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സൈക്കിളാണ്. പിസ്റ്റൺ മുകളിൽ നിൽക്കുകയാണ്, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു സെക്ഷൻ ക്രിയേറ്റ് ആവും. അപ്പം ഈ ഇൻലെറ്റ് ഓപ്പൺ ആയി ഇതിൻ്റെ അകത്തോട്ട് എയർ ഫ്യൂവൽ മിക്സ് ഇതിൻ്റെ അകത്തോട്ട് കയറും. എന്നിട്ട് പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും 2 വാൾവും ക്ലോസ്ഡ് ആവുകയും ഇതിൻ്റെ അകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ് കയറുകയും കംപ്രസ്ഡ് ആവുകയും ചെയ്യും. എന്നിട്ട് ഈ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിന് തൊട്ട് മുന്നേ തന്നെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കുകയും ഇതിൻ്റെ അകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറിലുള്ള ഫ്യൂവൽ പെട്ടെന്ന് അങ്ങ് ബേൺ ചെയ്യുകയും ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാവുകയും ഒരുപാട് ഹോട്ട് ഗ്യാസസ് ഫോം ചെയ്യുകയും ചെയ്യും. അത് കാരണം പ്രഷർ വളരെ സഡൻ ആയിട്ട് ഇൻക്രീസ് ആവുകയും പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. പിസ്റ്റൺ താഴോട്ട് എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുകയും അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പണായി ഇതിൻ്റെ അകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈക്രോ സെക്കൻഡ്സിനുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലാതെ ഓരോ സ്ട്രോക്ക് ഓരോ സെക്കൻഡിലല്ല നടക്കുന്നത്. ഈ മിക്കവാറും ഒരു സെക്കൻഡിന് തന്നെ മേ ബി 10-20 സൈക്കിൾ ഇങ്ങനെ നടന്നു വന്നിരിക്കും. അത്രത്തോളം ഹൈ സ്പീഡിലാണ് എൻജിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നമുക്ക് നേക്കടായി ഉണ്ടോന്നും ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കാണാനേ ഒക്കത്തില്ല. വളരെ ഹൈ സ്പീഡിലായിരിക്കും ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ സ്ട്രോക്കുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വർക്കിംഗ് മനസ്സിലായി എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലായി കാണും. ഓരോ സ്ട്രോക്കിലും പിസ്റ്റൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. ഈ വാൾവൊക്കെ എപ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് എപ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടതെന്നും എല്ലാം വർക്കിംഗ് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി കാണും. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങൾ വർക്കിംഗ് എഴുതാനുമായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു റഫായിട്ട് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിന് എഴുതാനുള്ളത് എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ എഴുതാനുള്ളത് ഓരോന്നും ഓരോ ഹെഡിങ് ഇട്ടാണ് എഴുതേണ്ടത്. ഓരോ സ്ട്രോക്കിനെ ഹെഡിങ് ഇട്ടിട്ടാണ് നമ്മൾ വർക്കിംഗ് എക്സ്പ്ലനേഷൻ എന്താണെന്ന് 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ 3-4 സെൻറ്റൻസിൽ നമുക്ക് എഴുതി തീർക്കാം. അപ്പോൾ ആദ്യം സക്ഷൻ സ്ട്രോക്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന്. ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് piston is moved from top dead center to bottom dead center. During this stroke, a suction is created inside the engine cylinder and inlet valve opens. Through the inlet valve, air fuel mixture enters the engine cylinder. അപ്പോൾ ഇതാണ് സക്ഷൻ സ്ട്രോക്കിൽ എഴുതേണ്ടത്. അടുത്തത് കംപ്രഷൻ സ്ട്രോക്ക്. ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക്, piston moves from bottom dead center to top dead center.
During this stroke, both the inlet valve and the exhaust valve remains closed. Due to this, air fuel mixture inside the cylinder gets compressed to very high pressure. അത് കംപ്രഷൻ സ്ട്രോക്കിൽ എഴുതാനുള്ള. അടുത്തത് പവർ സ്ട്രോക്ക്. ബിഫോർ ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക് ഈ സ്പാർക്ക് ബിഫോർ അങ്ങനെ എഴുതിയാൽ ഒന്നുകിൽ ബിഫോർ ദി എൻഡ് ഓഫ് ദി കംപ്രഷൻ സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ ബിഫോർ ദി പിസ്റ്റൺ റീച്ചസ് ദി ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നോ നിങ്ങൾക്ക് എഴുതാം. അപ്പം ബിഫോർ ദി പിസ്റ്റൺ റീച്ചസ് ദി ടോപ്പ് ഡെഡ് സെൻറ്റർ എ സ്പാർക്ക് ഈസ് ഗിവൺ യൂസിങ് ദ സ്പാർക്ക് പ്ലഗ്. Due to this spark, this air fuel mixture is burned suddenly and a large quantity of heat energy is liberated. And also lot of hot gases are formed inside the engine cylinder, and due to this the pressure is increased suddenly. And due to this the piston is pushed towards the bottom dead center with very high force. This stroke is known as power stroke. അപ്പോൾ പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് സ്ട്രോക്ക്. ആഫ്റ്റർ പിസ്റ്റൺ റീച്ചിങ് ദി ബോട്ടം ഡെഡ് സെൻറ്റർ it moves upwards towards the top dead center, and during this time this exhaust valve opens and hot gases inside the cylinder are driven out through this exhaust valve. During this process the inlet valve remains closed. Thus this one cycle is completed. അപ്പോൾ ഇത്രയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാനുള്ളത്. ഇതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിന് എഴുതാനുള്ളത് നിങ്ങളുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അല്ല കിട്ടുന്നില്ല എങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ വർക്കിംഗ് നോട്ട്സ് എഴുതി നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് തരാം. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. എന്താണ് വർക്കിംഗ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ എഴുതി കയറ്റാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.